എടാ നീക്ക് EMI അടയ്ക്കാൻ പറ്റൂലെങ്കിൽ എന്തിനാ ലോൺ എടുക്കാൻ പോയാ? ബ്രോ ഇത്രയും നാളെ ഞാൻ കറക്റ്റല്ലേ അടച്ചത്, ഈ ഒരു മാസം കുറച്ച് ലേറ്റ് ആയി പോയി. നീ ഇത്രയും നാളും കണക്റ്റാ തന്നെ അടച്ച 5-ാം തീയതി അടയ്ക്കാനുള്ള EMI 25-ാം തീയതി അടച്ചാ കണക്ട് ആവൂടാ. ഡാടാ നീ ചൂടാവണം എന്തിന്? അടയ്ക്കൂലെന്നൊന്നും പറഞ്ഞില്ലല്ലോ, കിട്ടാമ്പോ അടയ്ക്കും. എടാ കിട്ടുമ്പോൾ തിരിച്ചടയ്ക്കാൻ ബാങ്ക് നിന്റെ തന്തേരെ വകയൊന്നുമല്ല. ഇന്ന് EMI അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. നീ ഇന്ന് അടച്ചിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ വന്നിരിക്കും. നീ അത്രയ്ക്ക് വലിയ മറ്റേവനാണ് എന്റെ ഏരിയ കയറി പൈസ വാങ്ങടാ. ഞാൻ വാങ്ങൂടാ. നിന്റെ പൈസ എങ്ങനെ വാങ്ങണമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ചേച്ചി ഹലോ ചേച്ചി, ഞാൻ നിങ്ങളെ വീട്ടിന്റെ നടയിൽ നിൽക്കുകയാണ്. മക്കളെ ഞാൻ കുഞ്ഞിനെ കൊണ്ട് പൈസ എന്റെ പൊന്നിയാച്ചി, നിങ്ങളെ പോലുള്ളവർ ഇങ്ങനെയൊക്കെ കാണിച്ച മാനേജറെ തള്ളക്കുള്ളിയും കട്ട് നാട്ടുകാരെ മുഴുക്ക പ്രാക്കും വാങ്ങിച്ച് 15,000 ഉലുവയ്ക്ക് പണിയെടുക്കണ എന്നെ പോലുള്ളവന്മാർ എങ്ങനെ ജീവിക്കും? എനിക്ക് EMI അടയ്ക്കാനുള്ള പൈസ ഇല്ല കേട്ടാ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുമ്മ? ഇപ്പൊ നിങ്ങൾ ലോൺ എടുത്തിട്ട് ഞാൻ അടയ്ക്കേണ്ട അവസ്ഥയിലാണ്. എനിക്ക് വേണ്ടി ലോൺ എടുത്തു, എന്റെ കൂട്ടനെ ലോൺ എടുത്തു, ഇപ്പൊ അവൻ തിരിച്ചടക്കില്ല. നീ വേണമെങ്കിൽ വേണ്ടി വാങ്ങിച്ചോടെ. സാറേ ഈ മാസത്തെ EMI അടച്ചില്ല സാറേ. ഞാൻ കളശെടുക്കാൻ ഇവിടെ വന്നിരിക്കാൻ ഒന്ന് കൊണ്ടുവരുമോ പൈസ? എന്റെ പൊന്നേട്ടാ EMI ഒന്ന് അടാട്ടാ പ്ലീസ്. ചേച്ചി ആ EMI ഒന്ന് അടയ്ക്കോ പ്ലീസ്.